4 മണിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്, മുളക് ബജി. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മുളക് ബജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മുളകെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി തുടച്ച് വെക്കുക. അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എപ്പോഴും നല്ല ബജിക്ക് നല്ല ബാറ്റർ വേണം, നല്ല ക്രിസ്പ് ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. മുളക് ബജിക്കുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് കടലമാവ് അരിപ്പയിൽ തള്ളിയെടുക്കുക. ഒരുപാട് കട്ട ഉണ്ടാവും. ഇതിലേക്ക് അരിപ്പൊടി ഇടാം. ഫൈനായിട്ടുള്ള അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ്, നമ്മുടെ എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുകയാണ്. കായംപൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിനിടാം. ഇപ്പം 1/4 ടീസ്പൂൺ ഇട്ടു. നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. വായ വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ കായംപൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ഗ്രാജുവലി ഒഴിക്കാം. കട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു വയ വിസ്ക് ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ സമയമെടുത്ത് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താലും മതി. കുറച്ചുകൂടായാണ്. നമ്മൾ സ്പൂണൊക്കെ ഇട്ട് നോക്കിയാൽ അതിൽ കോട്ടഡായിട്ടിരിക്കണം മാവ്. അത് നമ്മൾ നോക്കുന്നത്, പരുവായോ നോക്കുന്നത് അങ്ങനെയാണ്. ഇത് മതിയാവും. നമ്മുടെ ബാറ്റർ റെഡിയാണ്, മാറ്റി വെക്കാം. ബജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തും ഉപയോഗിക്കാം, കനോള ഓയിലോ. നമുക്ക് എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഈ മുളകൊന്ന് റെഡിയാക്കി എടുക്കാം. മുളക് ഇതേപോലെ സ്ലിറ്റ് ചെയ്യുക. ഇതേപോലെ സ്ലിറ്റ് ചെയ്യുക. എക്സസ് കുരു നമുക്ക് എരിവ് അത്ര വേണ്ടെങ്കിൽ കുരു ഒന്ന് തട്ടി കളയുക. അല്ല ഇതേപോലെ കത്തി വെച്ചിട്ട് കുറച്ച് മുളക് മാറ്റാം, മുളകിൻ്റെ അരി കുറച്ച് മാറ്റാം. എരിവ് പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഇത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതേപോലെ എക്സ്ട്രാ മാറ്റി കുറച്ചുണ്ടാവും. അതേപോലെ തണ്ടോടുകൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ 2ആയിട്ട് വെറുതെ സ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ വരെ ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ടും ബജി ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം അകത്തോട്ടുള്ള മാവ് ചിലപ്പോൾ വേവാണ്ടൊക്കെ വരും. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ്. ഇതേ രീതിയിൽ എല്ലാ മുളകും റെഡിയാക്കി എടുക്കുക. നമ്മളെല്ലാ മുളകും ഇതേപോലെ സ്ലിറ്റ് ചെയ്ത് കുറച്ച് അരിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് അരിയത്തേലുണ്ടാവും, ചെറിയൊരു എരിവ് വേണമല്ലോ. ഇനി ഓരോന്നും ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോൾ എടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി.
നമ്മൾ മുളക് ബജി എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പ് ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അകം സോഫ്റ്റ് ആയിരിക്കും, പുറം നല്ല ക്രിസ്പി ടെക്സ്ചറായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ബാറ്റർ ഒത്തിരി അയന് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിനകത്തേക്ക് ഇച്ചിരി കടലമാവോ അല്ലെങ്കിൽ മൈദ ഇട്ട് അതിനെ തിക്കാക്കി എടുക്കുക. ഒത്തിരി തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നല്ല ടെക്സ്ചറിൽ കിട്ടി. ഇത് നമ്മൾ ഓൾറെഡി ഒരു റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. എഗ് ബജിയുടെ കൂടെ ഒരു ചട്ടിയുടെ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചട്ടിയുടെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചില്ലി സോസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching Mahimas Cooking Class.